ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്രിസ്മസ് ഷോപ്പിംഗ് വ്ലോഗ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് കാണാം. ഞങ്ങൾ എങ്ങനെയാണ് പുൽക്കൂട് ഒരുക്കിയതെന്ന് കാണണ്ടേ? ക്രിസ്മസ് ട്രീ നേരത്തെ ഒരുക്കിയതാണ് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ പുൽക്കൂട്ടിലേക്കുള്ള കാര്യങ്ങൾ നിറച്ച് വെക്കാം. എൻ്റെ സിസ്റ്ററും ഞാനും കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം കുറച്ച് പുല്ല് നിറയ്ക്കാമെന്ന് കരുതി. കാലിത്തൊഴുത്തല്ലേ, അപ്പോൾ കുറച്ച് പുല്ല് കിടന്നോട്ടെ. ഇതെന്താണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എങ്ങനെയാണ് ഞങ്ങൾ ഈ പുല്ലുണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതാണ് രൂപങ്ങൾ. ഇന്നലത്തെ ഷോപ്പിംഗ് വ്ലോഗിൽ കണ്ട രൂപങ്ങളാണിത്. SM സ്ട്രീറ്റിലെ ഒയാസിസ് കോമ്പൗണ്ടിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. മാതാവും ഉണ്ണീശവും പിന്നെ പരിവാരങ്ങളും എല്ലാവരും ഉണ്ട്. പുരോഹിതന്മാരുണ്ട്, പിന്നെ മാലാഖയുണ്ട്, പിന്നെ കാലികളുണ്ട്, ആട്ടിടയന്മാർ, പിന്നെ ആടുകൾ. ഇതിൻ്റെ കൂടെ ലൈറ്റ് സെറ്റിംഗ് കൊണ്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു അല്ലേ? അതെ, ദൈവത്തിൻ്റെ ഗിഫ്റ്റ് പോലെ നമുക്ക് കിട്ടിയൊരു ലൈറ്റിംഗ് സെറ്റിംഗ് ആട്ടോ ഇത്. ക്രിസ്റ്റലിൻ്റെ രൂപത്തിൻ്റെ ഉള്ളിൽ ഉണ്ണീശൻ്റെ പിറവി. ആദ്യം തന്നെ നമുക്ക് ഉണ്ണീശനെ തന്നെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാം. പുൽക്കൂടിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ വേണ്ടത് ഉണ്ണീശോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് അത് വെക്കുന്നത്. മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉണ്ണീശനെ ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. ഇനി ബാക്കിയുള്ള പരിവാരങ്ങൾ നമുക്ക് വെക്കണം. പുരോഹിതന്മാരുണ്ട്, മാതാവുണ്ട്, പിന്നെ മാലാഖമാർ, ആട്ടിടയന്മാർ, ആടുകൾ, മാടുകൾ എല്ലാവരെയും നമുക്ക് പ്ലേസ് ചെയ്യണം. അങ്ങനെ അവസാനം നമ്മുടെ മാലാഖ കുട്ടിയും കൂടെ എല്ലാവരെയും ഞാൻ ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു. ഇനി നമുക്ക് പുൽക്കോടിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യണം. ഇതിനായിട്ട് എന്നെ സഹായിക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അങ്ങനെ എല്ലാവരെയും കാലിത്തൊഴുത്തിൽ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ അവസാനം നമ്മുടെ മാലാഖക്കുട്ടിയെ എവിടെ വെക്കണം എന്നുള്ളത് നല്ല കൺഫ്യൂഷനായിരുന്നു. നമ്മളെല്ലാവരെയും ഈ തിരുപ്പിറവി അറിയിച്ച മാലാഖക്കുട്ടിയെ മുകളിൽ വെച്ചാലോ എന്ന് തന്നെയായിരുന്നു ചിന്തിച്ചത്. പക്ഷേ അത് അവിടെ വെക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ എവിടെയെങ്കിലും തൂക്കിയിട്ടാലോ എന്ന് കരുതി. അതും ഇല്ല. ബാക്കിൽ അത് തൂക്കാനുള്ളൊരു കൊളുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സൈഡിൽ ഇങ്ങനെ വെച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ദൈവം ഞങ്ങൾക്ക് നേരിട്ട് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ക്രിസ്റ്റലിലുള്ള തിരുപ്പിറവി. അപ്പോൾ അത് ഞങ്ങൾ അവിടെ പ്ലേസ് ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. വളരെയധികം നന്ദിയുണ്ട് അത് ഗിഫ്റ്റ് ചെയ്ത ആൾക്ക്. അങ്ങനെ എല്ലാവരെയും ഉള്ളിൽ എടുത്തു വെച്ചു. ലൈറ്റിംഗ് ഒക്കെ ഉള്ളിൽ അകത്തിരിപ്പുണ്ട്. അത് വെളിച്ചടിക്കുന്നത് കൊണ്ടാണ് അറിയാത്തത് ഉള്ളിൽ ലൈറ്റ് കത്തുന്നുണ്ട്. രാത്രിയാണ് അതിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ രാത്രിയിലത്തെ ആ ഒരു സീനൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. എൻ്റെ സിസ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് രാത്രിയിലുള്ള വ്യൂ ഒന്ന് കാണാം അല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ പുൽക്കൂട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ചെറിയ കേക്കൊക്കെ കഴിച്ച് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക അല്ലേ? ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ബ്രാൻഡാണ് എലൈറ്റിൻ്റെ പ്ലം സർപ്രൈസ് കേക്ക്. വാങ്ങിക്കുന്ന എല്ലാ അച്ഛനും ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ്. ക്രിസ്മസിൻ്റെ സമയത്ത് നവംബറിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് നവംബറിലാണ് ഒരു കേക്ക് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലം കേക്ക്, ക്രിസ്മസ് സ്പെഷ്യൽ തന്നെ. ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത കണ്ടോ, ഒരു ഫ്രീ സർപ്രൈസ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചൊന്ന് കഴിച്ചു നോക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പ്ലം കേക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്രീം കേക്ക് സാധാരണ കഴിക്കാറ്. എന്തായാലും ക്രിസ്മസിൻ്റെ സമയത്ത് ഈ ഒരു പ്ലം കേക്ക് മസ്റ്റാണ്.
ഞാൻ എഫക്റ്റ് കൊടുത്തോളാം. മേരി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ ഈ ഡെക്കറേഷൻസും പ്ലം കേക്കും അല്ലാതെ വേറൊരു സാധനം കൂടെ ഉണ്ടല്ലേ, മിസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ പണ്ടത്തെ ക്രിസ്മസ് കാർഡ്. പണ്ടത്തെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് റെയറാണ്, ഒരുപാട് കടകളിലൊന്നും ഇല്ല. ഇത് കുറച്ച് പ്രിയപ്പെട്ട കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് അയക്കാനുണ്ട്. വളരെയേറെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന കുറച്ചധികം പേരുണ്ട്. അപ്പം അവർക്കുള്ള ക്രിസ്മസ് കാർഡ്സാണത്. സോ എനിക്ക് അതിൽ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് നിങ്ങളും. അപ്പം നിങ്ങൾക്കും എൻ്റെ ഈ മെസ്സേജ് ഞാൻ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണ്. എല്ലാവരും വായിച്ചോളൂ കേട്ടോ. നിങ്ങൾക്കുള്ള പ്ലം കേക്കും ഇതാ. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പ്രാവശ്യം എല്ലാം നല്ലപോലെ സെറ്റായി. ക്രിസ്മസ് ട്രീ സെറ്റായി, നമ്മളെ പുൽക്കൂടൊക്കെ സെറ്റായി. അപ്പം ഇനി നമുക്കൊരു ക്രീം കേക്കും കൂടെ കട്ട് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്കുള്ള പീസ് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. വെറുതെ പറയുന്നതല്ല, വളരെയധികം നന്ദി. കാരണം എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് പതിയെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ബൈ.